50 പേരെന്നൊക്കെ അൻവർ വെറുതെ പരിഹാസത്തിന് പറഞ്ഞതാണ്. നൂറുകണക്കിന് ആളുകൾ അവിടെ ചന്തക്കുന്നിലുണ്ട്. ദയവായി സമാധാനപ്പെടേ, ഒന്ന് സമാധാനപ്പെട്ടെങ്കിൽ ഇവിടെ മൈക്ക് നാശമായിട്ടുണ്ട്, ഫാന് പോയിട്ടുണ്ട്, സ്പീക്കർ കണക്ഷൻ പോയിട്ടുണ്ട്. അതോ എല്ലാവരും ഒന്ന് സ്വയം നിയന്ത്രിച്ചാൽ ഏറ്റവും നന്നായിരുന്നു. ദയവ് ചെയ്ത് നമ്മുടെ ഈ പരിപാടി വിജയിക്കുവാൻ വേണ്ടി ദയവ് ചെയ്ത് എല്ലാവരും സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രോഗ്രാം നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സെൽഫ് കൺട്രോൾ എല്ലാവരും ദയവ് ചെയ്ത് ഈ മീഡിയാസിന് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ ദയവ് ചെയ്ത് ഫ്രണ്ട് വശം ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കേണ്ടതാണ്. ആ മീഡിയാസിനും സൗകര്യം ചെയ്തു കൊടുക്കണം. നമ്മളിവിടെ കൂടിയ മാത്രം ജനങ്ങൾക്കല്ല, ഈ വിഷയത്തിൽ ഈ നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഈ പരിപാടി വീക്ഷിക്കാൻ നിൽക്കുകയാണ് നാടിന്റെ നാനാഭാഗത്തും. അത് മീഡിയയിലൂടെ മാത്രമേ നമുക്ക് എത്തിക്കാൻ കഴിയൂ. അപ്പോൾ രണ്ട് വിഭാഗവും സൈഡിലേക്കൊന്ന് മാറിക്കൊടുത്ത് മീഡിയക്കാർക്ക് ഇതൊന്ന് കവർ ചെയ്യാനുള്ള സാഹചര്യം ദയവായി ഒരുക്കി കൊടുക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരും സ്വയം ഒന്ന് ലേശൊന്ന് ബാക്കിലേക്ക് ഒതുങ്ങിയാൽ രണ്ട് സൈഡും ചെറിയ ഗ്യാപ്പുണ്ടല്ലോ, ഒന്ന് ചെയ്താൽ നമുക്ക് ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ഫ്രണ്ട് ഒന്ന് ഒഴിവാക്കി കൊടുക്കും ബാബു. അവിടെ ചന്തക്കുന്നിലെ വേദിയിൽ വലിയ ജനാവലിയുണ്ട്. അത് 50-100 ഒന്നും ആൾക്കാരല്ല, അതിനേക്കാൾ കൂടുതൽ ആളുകളുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രവർത്തകർ അതിലുണ്ട്. അതിൽ CPM അനുഭാവികളുണ്ട്. DYFIയുടെ ഒരു യൂണിറ്റ് സെക്രട്ടറി അവിടെ കണ്ടു. LDFന്റെ ഒരു ജോയിന്റ് കൺവീനറെ അവിടെ കണ്ടു. ലീഗുകാരെ അവിടെ ഉണ്ട്. എല്ലാ പാർട്ടി പ്രവർത്തകരും എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടി പ്രവർത്തകരും അവിടെ ഉണ്ട് എന്ന കാര്യം നമ്മൾ നേരത്തെ എടുത്ത അവരുടെ പ്രതികരണം എന്നൊക്കെ വ്യക്തമാണ്. ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ആക്ഷേപിക്കപ്പെടുന്നത് പോലെ ഏതെങ്കിലും ഒരു അൻവറിന്റെ പാർട്ടി കൊഴിപ്പിക്കാൻ അല്ലെങ്കിൽ അൻവറിന്റെ പരിപാടി കൊഴിപ്പിക്കാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരെ കൊണ്ട് നിറയുന്നതല്ല അത്. അതിനകത്ത് LDFന്റെ ഒരു എവിടുത്തെ ഒരു ജോയിന്റ് കൺവീനർ അക്കൂട്ടത്തിലുണ്ട്. DYFയുടെ ഒരു യൂണിറ്റ് സെക്രട്ടറി അക്കൂട്ടത്തിൽ സംസാരിക്കുന്നത് കേട്ടു. CPM ഒരു കാൻഡിഡേറ്റ് മെമ്പർ സംസാരിക്കുന്നത് കേട്ടു. ലീഗുകാർ സംസാരിക്കുന്നത് കേട്ടു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതിനിധികൾ അക്കൂട്ടത്തിലുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അൻവർ പൊതുസമ്മേളനം വിളിച്ചത് വെറുതെയല്ല എന്ന് വ്യക്തമാകുന്നു. ചന്തക്കുന്നിലെ ആ വലിയ ജനാവലി, അൻവറിനുള്ള ആ മേഖലയിലെ സ്വാധീനം വ്യക്തമാക്കുന്നതാണ് അവിടെ കൂടുന്ന ജനാവലി. അത് നേരത്തെ 50 പേരെ 50 കസേരയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് മലപ്പുറം CPM ജില്ലാ സെക്രട്ടറിയോട് പരിഹസിക്കുകയായിരുന്നു അൻവർ എന്ന് വ്യക്തമാകുന്നു. 50-ഉമല്ല 200-ഉമല്ല, അതിലൊക്കെ എത്രയോ മടങ്ങ് ആളുകൾ അവിടെയുണ്ട്. മുൻ CPM നേതാവ് സുഗു എന്ന് പറയുന്ന ആൾ അവിടെ PV അൻവറിന് പരസ്യ പിന്തുണ വന്നിരുന്നു. അദ്ദേഹം അടക്കം വേദിയിലുണ്ട്. ഒരുപാട് ആളുകൾ അൻവറിനെ കേൾക്കാൻ വരുന്നു. ആ ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ചോദിച്ച ചോദ്യം, അൻവർ പറഞ്ഞ കാര്യത്തിന് എന്താണ് CPMന്റെ മറുപടി എന്ന് എല്ലാവരും ഏതാണ്ട് ഒരേപോലെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ തിരക്ക് നിയന്ത്രിക്കാൻ കുറച്ച് പാടുപെടുന്നുണ്ട് പോലീസ്. നമ്മൾ ആരംഭിക്കുകയാണ്.